റേഷൻ വിതരണ കരാറുകാരുടെ സമരം മൂലം ജൂൺ മാസത്തിലും സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങി. സംസ്ഥാന റേഷൻ വിതരണ രംഗത്തെ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിഫല കുടിശ്ശികയായതിനെ തുടർന്നാണ് റേഷൻ വിതരണം സ്തംഭിച്ചത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് മൊത്തവിതരണ കേന്ദ്രമായ NSFA താലൂക്ക് ഭക്ഷ്യധാന്യ സംഭരണ ഗോഡൌണിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും റേഷൻ എത്തിക്കുന്ന കരാറുകാരുടെ കുടിശ്ശിക വന്ന പണം നൽകാത്തതുകൊണ്ടാണ് റേഷൻ കരാറുകാർ സമരം നടത്തുന്നത്. കരാറുകാരുടെ പണം കുടിശ്ശികയായതിനെ തുടർന്ന് ലോറിക്കാരുടെ വാടക, അനുബന്ധ ചുമട്ടുതൊഴിലാളികളുടെ കൂലിയും പല സ്ഥലങ്ങളിലും മുടങ്ങിയിരിക്കുന്നതുകൊണ്ട് അവരും നിസ്സഹരണത്തിലാണ്. റേഷൻ വ്യാപാരികളുടെ വേതന വിതരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം നൽകുകയും കരാറുകാരുടെ കുടിശ്ശിക ഉടൻ നൽകുകയും 94 ലക്ഷത്തോളം കാർഡുടമകൾക്ക് റേഷൻ നൽകുന്ന പൊതുവിതരണ സംവിധാനമെന്ന പരിഗണന നൽകി റേഷൻ മുടങ്ങാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഭക്ഷ്യവകുപ്പ്, ധനകാര്യവകുപ്പ് തല ഏകോപനമുണ്ടാക്കിക്കൊണ്ട് നിലവിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇഴഞ്ഞു നീങ്ങുക. ഇതിന് പ്രധാന കാരണം കരാറുകാർക്ക് യഥാസമയം പൈസ കൊടുക്കാത്തത് കൊണ്ട് ലോറിക്കാർ വരുന്നില്ല, അവർക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല, പണിക്കാർ അരി കയറ്റാനും ഇറക്കാനും വിസമ്മതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളുടെ വിഷയമാണ്. ഈ മഴക്കാലത്ത് പഞ്ഞമാസത്ത് അവരുടെ പൈസ യഥാസമയം കൊടുക്കേണ്ടതല്ലേ? എന്തിനാണ് ഒരു അമാന്തം കാണിക്കുന്നത്? കരാറുകാർക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഈ പണി, അല്ലെങ്കിൽ അവരുടെ എഗ്രിമെന്റ് ഉണ്ടാക്കണം. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള സമരം കഴിഞ്ഞ 5-6 മാസമായി തുടങ്ങിയിട്ട് യഥാസമയം കരാറുകാരന് അവർക്ക് നിശ്ചയിച്ച തുക കൊടുക്കുക. 2-3 മാസത്തെ പെൻഡിങ്ങിലുണ്ടെന്നാണ് അവർ പറയുന്നത്. ആ പെൻഡിങ് ഒഴിവാക്കി അവരുടെ പൈസ യഥാസമയം കൊടുക്കാൻ തയ്യാറാണ് സർക്കാർ. മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.